ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു വ്ളോഗാണ്. അപ്പം എൻ്റെ കൂടെ നിൽക്കുന്നത് നമ്മളുടെ കവിയും കൊറിയോഗ്രാഫറൊക്കെ ആയിട്ടുള്ള കൊപ്പം വിജയനാണ്, എൻ്റെ ഡാൻസ് മാസ്റ്ററാണ്. അപ്പം സാർ വന്നിട്ട് തലശ്ശേരി കതിരൂർ ഒരു ആർട്ട് ഗാലറിയുടെ ഇനോഗ്രേഷന് വേണ്ടി പോവാണ്. സാറാണത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പോകുമ്പോൾ ഓരോരോ വിശേഷങ്ങളായിട്ട് നമുക്ക് പറയാം. അപ്പം സാറിൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കേരളത്തിൽ പാലക്കാട് കൊപ്പം കൊപ്പം മണ്ണേങ്കോട് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസാണ്. അപ്പം നമ്മളിവിടുന്ന് കാലത്തൊരു 8 മണിക്കൊക്കെ ഇറങ്ങി. ഇത് നമ്മളുടെ മണ്ണേങ്കോടാണ്. പോണ വഴിക്കുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ പട്ടാമ്പി വരെ പോയിട്ട് അവിടുന്ന് ട്രെയിനിൽ പോകാനായിട്ടാണ് നമ്മുടെ പ്ലാൻ. ഓൾറെഡി 8:25-നാണ് ട്രെയിൻ. അപ്പം നമ്മളൊരു 7:30-ക്കൊക്കെ ഇറങ്ങി വഴിയിലൊരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇവിടുന്ന് ഒരു 3-3.5 മണിക്കൂറുണ്ട് ട്രെയിനിന് പട്ടാമ്പിയിൽ നിന്ന് തലശ്ശേരി എന്ന് പറയുമ്പോൾ. അപ്പം നമ്മളിപ്പോൾ ഇവിടെ പാർക്കിങ്ങിലൊക്കെ എത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനാണിത്. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അപ്പോൾ തന്നെ സാറിന് അവിടുന്ന് കോളൊന്ന് തുടങ്ങി ഇറങ്ങിയില്ലേന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം നമ്മൾ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. നമുക്ക് ഏകദേശം ഒരു 20 മിനിറ്റ്സും കൂടി വെയിറ്റ് ചെയ്താലാണ് ട്രെയിൻ വന്നിട്ട് റീച്ച് ആവുള്ളൂ. ഇടയിൽ വന്നിട്ട് വേറെ ട്രെയിനൊക്കെ ആ ഭാഗത്തേക്കുള്ളതുണ്ട്. പക്ഷേ നമ്മൾ ബുക്ക് ചെയ്തത് വേറെ ട്രെയിൻ ആയതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ട്രെയിനിൽ കയറി അപ്പോൾ നമ്മൾ തലശ്ശേരി റീച്ച് ആയിട്ടുണ്ട്. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും 3-3.25 മണിക്കൂറായി ഏകദേശം റീച്ച് ചെയ്യാനായിട്ട്. ഞാൻ ഇതിനു മുമ്പേ വന്നിട്ടുണ്ട് കേട്ടോ തലശ്ശേരി ഒരു തവണ ബിരിയാണി കഴിക്കാൻ. കോളേജിൽ പഠിക്കുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ആ ഒരു പരിചയം മാത്രമേ ഉള്ളൂ തലശ്ശേരിയായിട്ട്. അത് കുറച്ച് നേരത്തെ ബന്ധം മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം എപ്പോഴാണ് തലശ്ശേരി വരുന്നത്. ഇവിടെ ഫുഡിങ്ങിന് നമ്മളുടെ തലശ്ശേരി ബിരിയാണി ഭയങ്കര ഫേമസ് അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഫുഡിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ പ്രോപ്പർ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനും ഇറങ്ങി വെളി വന്നിരിക്കുകയാണ്. അപ്പം ഇവിടുന്ന് കുറച്ചുകൂടി പോകണം, കതിരൂർ വരെ നമ്മൾ പോകണം. അപ്പം നമ്മളിപ്പോൾ ഏകദേശം വന്നിട്ട് നമ്മളുടെ കതിരൂർ എത്തിയിട്ടുണ്ട്. അപ്പം കതിരൂർ സ്റ്റോപ്പിൻ്റെ നേരെ എതിരിലുള്ള ഒരു ബിൽഡിങ്ങിലാണ് വന്നിട്ട് നമ്മളുടെ ആർട്ട് ഗാലറി. അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് തന്നെ ഒരു നല്ലൊരു ആർട്ട് ഗാലറി നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പം അവിടെയാണ് ഈ എക്സിബിഷൻ നടക്കുന്നത്. അപ്പോൾ ഈ എക്സിബിഷൻ ഇനോഗ്രേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പം നമുക്ക് വന്നിട്ട് പോയി നോക്കാം ഉള്ളിലോട്ട് എങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കാം. ഫ്രണ്ടിൽ തന്നെ വന്നിട്ട് ഇതിൻ്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഫ്ലക്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. സാറിൻ്റെയൊക്കെ ഫോട്ടോസ് ഉണ്ട് ഫ്രണ്ടിൽ. അപ്പം നമ്മൾ വന്നിട്ട് ഉള്ളിലേക്ക് കയറി നോക്കാം ഇവരെങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ എന്നത്. ഏകദേശം കേരളത്തിൽ ഒരു 32 കലാകാരന്മാരുടെ പെയിൻറ്റിങ്സ് നമുക്ക് ഉള്ളിൽ വന്നിട്ട് എക്സിബിഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ ഫ്രണ്ടിൽ പോസ്റ്ററൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ആർട്ടിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്. ഉള്ളിൽ വന്നിട്ട് ആർട്ട് ഗാലറിയുടെ ഉള്ളിൽ നമ്മളുടെ കേരളത്തിലുള്ള ഫേമസ് ആയിട്ടുള്ള 32 ആർട്ടിസ്റ്റിൻ്റെ പെയിൻറ്റിങ്സൊക്കെ വന്നിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ വന്നിട്ട് കുറച്ച് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നോക്കൂ.
എന്തായാലും ഈ വർഷത്തെ ആദ്യത്തെ ഒരു പൊതു പരിപാടിയാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഉദ്ഘാടന രീതിയിൽ ഈ കതിരൂര് വന്ന് ഈ മനോഹരമായ ചിത്രങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങളൊക്കെ കാണാൻ സംസാരിക്കാൻ ഒരു കവിതയ്ക്ക് ചെല്ലണമെന്നുണ്ട്. ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ പ്രിയനോട് പറഞ്ഞു, ഈ കവിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ കേട്ടത് പഴയ സിനിമകളിലെ എന്താ പറയാ ചേകോമാരുടെ കതിരൂർ കുരുക്കൾ ആ സ്ഥലമല്ലേ ചോദിച്ചു. അതന്നെയാണ് പറഞ്ഞത്. ശരി, ഞാൻ വന്നിട്ട് അഞ്ചം പട്ട എന്ന് പറഞ്ഞാണ് വരുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പാട്യത്ത് വന്നിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഒരു സുഹൃത്ത് പ്രശാന്ത്, അദ്ദേഹം എൻ്റെ കേരളത്തിൽ പാട്യത്തിൽ വന്നിട്ടുള്ള ഒരു തവണ. എന്തായാലും ഇത്ര വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു നിമിഷം, ഈ വേദി 46-ാമത്തെ അല്ലേ 46-ാമത്തെ ഇതാണ് വർക്ക്ഷോപ്പാണ് പരിപാടിയാണ് ഇവിടെ നടത്തുന്നത്. അതുപോലെ തന്നെ 46-ാമത്തെ ഈ സ്ഥാപനത്തിന്റെയും 46-ാമത്തെ എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം. അതുമാത്രമല്ല, ഇന്ത്യയില് ആദ്യമായിട്ടൊരു പഞ്ചായത്ത് ആർട്ട് ഗാലറി എന്നുള്ള ഒരു സംഭവം, അതൊരു സംഭവം തന്നെയാണ്. കാരണം പല പഞ്ചായത്തുകൾക്കും മാതൃകയാക്കാവുന്ന ഒരു അസൽ മാതൃകയാണ് ഇവിടുത്തെ ഈ കതിരൂരത്തെ ഈ ആർട്ട് ഗാലറി. കാരണം ഞാൻ അന്തം വിട്ടുപോയി, ഒരു ആർട്ട് ഗാലറി പഞ്ചായത്തിൽ അത്ര വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു പറഞ്ഞാൽ അതിന്റെ ആ സംഘാടന മികവ്, പ്രത്യേകിച്ചും ഇത്രയും ചിത്രത്തെ സ്നേഹിക്കുന്ന ഒരു നല്ല കൂട്ടായ്മ ഈ കതിരൂർ പഞ്ചായത്തിലുണ്ടുള്ള എന്റെ ഉദാത്ത മാതൃകയാണ് ഈ ആർട്ട് ഗാലറി. വരകളിൽ വിരിയുന്ന ചിന്തയാ ചിത്രങ്ങൾ പല കൈകളാലെ വിടർന്നു നിൽപ്പൂ. വരകളിൽ വിരിയുന്ന ചിന്തയാ ചിത്രങ്ങൾ പല കൈകളാലെ വിടർന്നു നിൽപ്പൂ. മാനുഷ കാഴ്ചകൾക്കപ്പുറം നേരിന്റെ ഉൾക്കാഴ്ചയെങ്ങും പടർന്നു നിൽപ്പൂ. വിസ്മയം അന്ധമാം ഭൂവിന്റെ ഉൾക്കണ്ണു തേടുവാൻ ആശയങ്ങൾ കൊണ്ടു ചുവരുകൾ തീർക്കുക. മരിക്കാത്ത ചിത്രങ്ങൾ തെളിമയായി തീർക്കുക. ആശയങ്ങൾ കൊണ്ടു ചുവരുകൾ തീർക്കുക. മരിക്കാത്ത ചിത്രങ്ങൾ തെളിമയായി തീർക്കുക. മരിക്കാത്ത ചിത്രങ്ങൾ തെളിമയായി തീർക്കുക. സന്തോഷം. എന്തായാലും ഈ ആർട്ട് ഗാലറിയുടെ ഇവരെ പ്രദർശനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാനായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.